ഹായ് ഗായ്സ്, ഞങ്ങൾ പുതിയൊരുടേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇപ്പോൾ വന്നത് എൻ്റെ ബർത്ത്ഡേ, നിങ്ങൾ തമ്മിൽ കണ്ട പോലെ എൻ്റെ ബർത്ത്ഡേ വ്ളോഗാണിത്. അപ്പം ഫസ്റ്റ് നമ്മൾ ഷോപ്പിംഗ് വീഡിയോ ആയിട്ടാണ് ആദ്യം തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നിങ്ങൾ കണ്ട് ലാസ്റ്റ് വരെ കാണാം, സബ്സ്ക്രൈബ് ചെയ്യാം. എത്രയേ ഉള്ളൂ ഗായ്സ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. സോ ഗായ്സ്, ചെയ്യുന്നത് കണ്ടിട്ടാണ് യെല്ലോ ആണ്. വേറെ ഒരെണ്ണമുണ്ട്, പിന്നെ ഇതും എടുത്തിട്ടുണ്ട്. അല്ല, എടുത്തിട്ടുണ്ട് മീൻസ് തക്കുന്ന ട്രയൽ നോക്കണം. ഇനി 1 മണിക്കൂറും കൂടെ ഉണ്ട് എൻ്റെ ബർത്ത്ഡേക്ക്. ഇനി 1 മണിക്കൂറും കൂടെ ഉണ്ട്. അതും കൂടെ കഴിഞ്ഞ് എൻ്റെ ബർത്ത്ഡേ. എനിക്ക് 16 വയസ്സായി ഗൈസ്. അപ്പം ഞാൻ ഇവിടെ പപ്പ കിടന്നിട്ടില്ല, അവൾക്ക് എക്സാം ഹോളോടെ നിന്ന് പഠിക്കുക. അമ്മ അപ്പം കിടന്നിട്ടില്ല, അവർ റൂമിലുണ്ട്. ഞാനിവിടെ ടി വി ആണല്ലോ. അപ്പം ഞാനിവിടെ ഒരു എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും, ടി വി കണ്ടുകൊണ്ടിരിക്കും. ഞാനെപ്പോഴും കിടക്കണമൊക്കെ ഈ സമയം 12-12:30 ആ സമയത്തൊക്കെയാണ്. ഇപ്പോൾ എക്സാമൊക്കെ കഴിഞ്ഞു കൊണ്ടേ. സോ ഞാനിവിടെ എന്ത് കാണും എന്നറിയില്ല. ബിഗ് ബോസ് ഇപ്പോൾ കണ്ടു കഴിഞ്ഞു, എല്ലാം കണ്ടു കഴിഞ്ഞു. ബിഗ് ബോസിനെ പറ്റി പറയാം. ബിഗ് ബോസിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മറ്റേ അർജുൻ എനിക്കിഷ്ടമാണ്. പിന്നെ കുറച്ച് പേരൊക്കെ പേരൊന്നും അറിയാം. ജാസ്മിൻ പുള്ളിക്കാരിയൊക്കെ കളിക്കും, നല്ലൊരു പ്ലെയറാണ്. അങ്ങനെ ഞാനിപ്പോൾ എന്ത് കാണും എന്നൊന്നും അറിയില്ല. ഞാൻ എന്തെങ്കിലും കാണണം ഗൈസ്. 1 മണിക്കൂർ എങ്ങനെയെങ്കിലും പെട്ടെന്ന് പോകണം. നമ്മൾ പപ്പുട്ടി എന്ത് ചെയ്യണം നമുക്ക് നോക്കാം. പപ്പു കിടന്നു ഗൈസ്. പപ്പു കിടന്നു. ജാക്ക് കിടന്നു. പപ്പു കിടന്നേ. അവൾ കിടന്നാണോ ഗൈസ്? അവൾക്ക് എക്സാം ഉണ്ട്, അപ്പോൾ അവൾ നേരത്തെ കിടന്നു. കുഞ്ഞാ 11 മണി എൻ്റെ പൊഞ്ഞോ. എന്താണ്? അതെ, ഞാൻ 12 മണി. നീ നിന്റെ ബർത്ത്ഡേക്കും കാത്തിരുന്നില്ലേടി? ഞാൻ എന്നിട്ട് പക്ഷെ ഞാൻ ഈ പ്രാവശ്യം പടക്കോ അതൊന്നും അങ്ങനെ ഒന്നും ഇട്ടിട്ടില്ല. ഒന്നും ഇട്ടില്ല. അപ്പം ഇവള് എക്സാം ഉണ്ട്. എൻ്റെ എക്സാമൊക്കെ കഴിഞ്ഞതും. അപ്പം പപ്പൂട്ടി കിടന്ന് അവളിപ്പോൾ തന്നെ കിടക്കുമ്പോൾ തന്നെ ഉറങ്ങിപ്പോകുന്നതാണ് അവള്. ജാക്കിനി അവിടെ ഇരിക്കും. രസമാണ് ഗൈസ്. രാത്രി ഞാൻ വേണമെങ്കിൽ വീഡിയോ എടുത്ത് കാണിച്ചു തരാം. വെള്ളം കുടിക്കണ ഒച്ചയൊക്കെ ഉണ്ട്. എന്ത് രസമാണെന്നറിയും. ചില സമയത്ത് ഞാനത് പ്ലേറ്റ് ഇന്നലെ ഞാൻ കരുതി എന്താണെന്ന്. ആ ടെഡി ബെയർ ഉണ്ട്, ആ ടെഡി ബെയർ ഇട്ട് വലിച്ച് എന്താ കാണിച്ചു കൂട്ടിയെന്ന് അവന് മാത്രമേ അറിയത്തുള്ളൂ. എന്താണോ കാണിച്ചു കൂട്ടി? എന്താണ് കാണിച്ചു കൂട്ടി? എന്താണ് അറിയില്ല, എത്ര മണി വരെ ഇരിക്കുമെന്നൊന്നും അറിയില്ല. പെട്ടെന്ന് ഞാൻ എപ്പോഴും ഗൈസ് 12 മണിയൊക്കെ ആകുമ്പോഴാണ് ഞാൻ കിടക്കണത്. അപ്പോൾ അതുകൊണ്ട് എനിക്കതൊരു വലിയൊരു പൂത്തിരിയൊന്നുമില്ല. എൻ്റെ ചേക്കപ്പൻ ഇപ്പോൾ വന്ന ഗൈസ്. നിങ്ങൾക്ക് ജാക്ക് വരണം കണ്ടേ. എനിക്ക് കാണുന്നുണ്ട്. ഞാൻ കണ്ണട വെക്കാത്തതുകൊണ്ട് എനിക്ക് ക്യാമറ കറക്റ്റ് നല്ല വൃത്തിക്കൊന്നും കാണില്ല. തക്കുട് വന്നേ ഇങ്ങനെ ഞങ്ങൾ താഴെ നിന്ന് നിങ്ങൾ കൊണ്ടിട്ട് പൊന്നോട്ട് ഒരു പൊന്നിക്കൂടാണ്. ചേച്ചിയുടെ പൊന്നിക്കൂടല്ലേ? ചേച്ചിയുടെ
12 വയസ്സുള്ളപ്പോ ചാക്കു വന്നാണ്. 13 ഉദ്ദേശിക്കുന്നില്ല. 13 12 13 വയസ്സ്. 13 എടേ 12 13 14 15. നമുക്ക് പിന്നെ കാണാം. ഹലോ, ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു ദിയ, താങ്ക് യു. ആ കേട്ടു താങ്ക് യു. ഓക്കെ ഗൈസ്, അങ്ങനെ 12:05 കിടന്നില്ല ഗൈസ്. ദിയ എന്നെ വിളിച്ച് വിഷ് ചെയ്തു. ദിയാണ് എന്നെ ആദ്യം വിഷ് ചെയ്തത്. സോ ഗൈസ്, ഞാൻ ടി വി കാണുമായിരുന്നു. അപ്പോൾ ദിയ വിളിച്ച് എൻ്റെ ബർത്ത്ഡേ ആയി. എനിക്ക് 16 വയസ്സായി ഗൈസ്. ഓക്കെ, ഇനി എന്തായാലും നമുക്ക് നാളെ കാണാം. ഓക്കെ, ബൈ. സോ ഗൈസ്, ഹായ്. അപ്പം നെക്സ്റ്റ് ഡേ ആയി. ഇതാണ് എൻ്റെ ഡ്രസ്സ്. ഞാൻ കാണിച്ചു തരാം വീഡിയോ. നമ്മളവിടെ കടവിൽ പോയിട്ട് ഫോട്ടോ എടുക്കാമല്ലോ എന്ന് അങ്ങനെ നമ്മളവിടെ കടവിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അവിടെ ആകുമ്പോൾ നല്ല ലൈറ്റ് ഉണ്ടാവും, നല്ല ഫോട്ടോസും കിട്ടും. സൂയ ആ പൊട്ടിയാണ് എടുത്ത് തന്നെ. എൻ്റെ പൊന്നെ, വേറെ ആരുമില്ല സത്യം. ഇവിടെ നിറച്ചുണ്ടല്ലോ ഗൈസ്, ഇവിടെ നിറച്ച് ഉറുമ്പാണ്, കട്ടുറുമ്പ്. അത് നല്ല കട്ടുറുമ്പാണ്, നല്ല വേദന എടുക്കും. നല്ല ലൈറ്റ് ഉണ്ട് ഗൈസ്, ഇവിടെ നല്ല ലൈറ്റ് ഉണ്ട്. വാട്ടർ മെട്രോ പോണു ഗൈസ്. കുഴപ്പമില്ലേ. ബായ് വാട്ടർ മെട്രോ. സോ ഗൈസ്, നമ്മുടെ ഇവിടുത്തെ വീഡിയോ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ ഭയങ്കര വെയിലിട്ടോ. ഇനി നമ്മൾക്ക് അങ്ങോട്ട് പോകണം. അവിടെ എടുത്തു തന്ന ഫോട്ടോ ഒന്നും അത്ര നല്ലതല്ല. അപ്പോൾ പൂട്ടി എടുത്തു ഇവിടെ ഉണ്ടായിട്ട് അപ്പോൾ നമുക്ക് എന്തായാലും അവിടെ നിന്നൊന്നും എടുക്കണം. നല്ല വെയിലുണ്ട്, നമുക്കൊന്ന് പോവാം. അയ്യോ എൻ്റെ പൊന്നെ, നല്ല രസമുണ്ട് ഗൈസ്. നമുക്ക് ഞാൻ ബാക്കിൽ നല്ല രസമുണ്ടെന്നാ പറഞ്ഞേ. അല്ല പിന്നെ ഓക്കെ, നമുക്കിനി അവിടെ ചെന്നിട്ട് കാണാം. ഓക്കെ.